നമസ്കാരം. നിങ്ങളിൽ പലരും ബസ്സിലോ കാറിലോ ട്രെയിനിലോ വിമാനത്തിലോ തിരുപ്പതി ക്ഷേത്രം സന്ദർശിച്ചിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ശ്രീ ബാലാജിയുടെ ദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് വളരെ സവിശേഷമായ ഒരു റൂട്ടിലൂടെയാണ്. അതാണ് അലിപ്പിരി മെട്രോ. അതിൽ ഏകദേശം 14 കിലോമീറ്ററും 3550 കുത്തനെയുള്ള പടികളും ഉൾപ്പെടുന്നു. ഇതാണ് ആ പുണ്യമാർഗം. ശ്രീ പത്മാവതി അമ്മവരെ കാണാനായി ഭഗവാൻ ബാലാജി മലയിറങ്ങുകയും അതുവഴി തിരുമലയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് തിരുമലയുടെ ഗേറ്റിൽ ഗരുഡ പ്രതിമ കാണാം. ഈ സ്ഥലത്തെ അലിപിരി എന്ന് വിളിക്കുന്നു. ഗേറ്റിന്റെ ഇടതുവശത്ത് കാൽനടയായി പോകുന്ന തീർത്ഥാടകർക്ക് തിരുമലയിലേക്കുള്ള വഴിയുണ്ട്. ഇവിടെ ആദ്യപടി ആരംഭിക്കുന്നു. പടി കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭക്തർ ഇവിടെ നാളികേരം പൊട്ടിക്കുകയും അഗർബത്തികളും കർപ്പൂരവും കത്തിക്കുകയും ചെയ്യുന്നു. ഈ യാത്രയിലൂടെ വിഷ്ണു അവതാരങ്ങളുടെ വിഗ്രഹങ്ങളുള്ള നിരവധി ഗോപുരങ്ങളും ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗോശാല കാണാം. അവിടെ വിവിധ തരത്തിലുള്ള പശുക്കൾ ഗോപൂജയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു. രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ഭക്തർ പടികൾ കയറരുതെന്ന് തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ മുന്നറിയിപ്പ് ബോർഡുകൾ കാണാം. AD 1378 1411 ഇടയിൽ തന്റെ ഭരണകാലത്ത് സാലുവ നരസിംഹ രാജാവാണ് ഈ രാജഗോപുരം നിർമ്മിച്ചത്. പുരാതന ഇന്ത്യൻ ശില്പകലയുടെ മഹത്വം ഇത് കാണിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്ന് മത്സ്യാവതാരം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. സൂര്യപ്രകാശം, മഴ, വന്യമൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുന്നതിനായി സംരക്ഷണ മേൽക്കൂര നിർമ്മിച്ചു. ഹനുമാന്റെ വിഗ്രഹം കൊത്തിയ ഒരു കൂറ്റൻ പാറയിൽ രസകരമായ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പാറയിൽ ഭക്തരുടെ കാൽമുട്ട് അടയാളം. ഈ പാറയിൽ കാൽമുട്ടിൽ സ്പർശിച്ചാൽ അവരുടെ വേദന കുറയുമെന്ന വിശ്വാസത്തോടെ നൂറ്റാണ്ടുകളായി ഭക്തർ നിർമ്മിച്ചത്. തലയേരുഗുണ്ടു എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇതുവഴി ഭക്തർ കയറുമ്പോൾ ഓരോ പടിയിലും കുങ്കുമം, മഞ്ഞൾ, ചന്ദനം എന്നിവ തേക്കുന്നു.
അവർ ഉച്ചത്തിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചു. അവരിൽ ചിലർ ഓരോ പടികളിലും കർപ്പൂരം കത്തിക്കുന്നു. ഇപ്പോൾ കൂർമാവതാരം കാണാം. ഭക്തരെ രസിപ്പിക്കാൻ പടിക്കെട്ടുകളുടെ ഇരുവശത്തും വന്യമൃഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഈ പടവുകൾക്ക് പുറത്ത് ചില സൈൻ ബോർഡുകൾ ഉണ്ട്. അത് ഇനിയും എത്ര പടികൾ കയറാനുണ്ട്, എത്ര പടികൾ കയറി എന്ന് കാണിക്കുന്നു. ഞങ്ങൾ 200 പടികൾ പൂർത്തിയാക്കി. ഇനിയും 3350 കയറേണ്ടതുണ്ട്. പലരും ഇതിനകം തളർന്നു സൈഡ് പാരപെറ്റിൽ വിശ്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ മൈസൂർ ഗോപുരം എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ ഗോപുരത്തിലേക്കാണ് എത്തുന്നത്. ഈ ഗോപുരം ശില്പവും വാസ്തുവിദ്യയും കൊണ്ട് സമ്പന്നമാണ്. ഇടതുവശത്ത് ഗജേന്ദ്രമോക്ഷം കൊത്തിയ ഗുഹ കാണാം. പടികൾ കൂടുതൽ കുത്തനെയുള്ളതായി മാറുന്നു. ഭക്തർ അത് ഇഞ്ചിഞ്ചായി കയറാൻ ശ്രമിക്കുന്നു. കാലാവസ്ഥ വളരെ തണുത്തതും സുഖകരവുമാണ് എന്നതാണ് നല്ല ഘടകം. അതിനാൽ നിങ്ങളുടെ വിയർപ്പിനെക്കുറിച്ച് നിങ്ങൾ മറക്കുന്നു. വ്യത്യസ്തമായ ഭക്ഷണപാനീയങ്ങൾ പടികൾക്ക് ഇരുവശത്തും ലഭ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ കഴിക്കാം. ശേഷാചലം കാടിന്റെ വന്യത അനുഭവിച്ച് നിങ്ങൾക്ക് അല്പനേരം വിശ്രമിക്കാം. നിങ്ങൾ 600 പടികൾ പൂർത്തിയാക്കി. രാജവോലു മണ്ഡപം എന്നാണ് ഈ ഗോപുരം അറിയപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഉന്മേഷം പ്രാപിക്കുകയും ശരീരം തളർന്നു തുടങ്ങിയേക്കാം. എന്നാൽ ആവേശം പടികൾ കയറാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. കാരണം ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നിങ്ങൾ 5 മണിക്കൂർ നടക്കണം.
കൂടുതൽ പടികൾ കയറിയാൽ മറ്റൊരു ഗോപുരത്തിൽ എത്തും. ഇത് ഗാലിഗോപുരം എന്നറിയപ്പെടുന്നു. തീവണ്ടിയിൽ തിരുപ്പതിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ ഈ ഗോപുരം കാണാം. നിങ്ങൾക്ക് പ്രകാശിക്കുന്ന വിഷ്ണു ചക്രവും ശംഖും കാണാം. ഗാലിഗോപുരത്തിന് പിന്നിൽ ഒരു ചെറിയ പരന്ന പ്രദേശമുണ്ട്. ഇവിടെ നിരവധി കടകൾ, ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ, ഭക്ഷണശാലകൾ എന്നിവ ലഭ്യമാണ്. ടിടിഡിയുടെ സുരക്ഷിതമായ സൗജന്യ മിനറൽ വാട്ടർ വിതരണം ഇവിടെ കാണാം. അതിനെ ജലപ്രസാദം എന്നു പറയുന്നു. നിങ്ങളുടെ ശൂന്യമായ കുപ്പികൾ നിറയ്ക്കുകയും ദാഹം ശമിപ്പിക്കുകയും ചെയ്യാം. വെള്ളം 100% ശുദ്ധമാണ്. തിരുമല പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ്. പ്ലാസ്റ്റിക് മിനറൽ വാട്ടർ ബോട്ടിലുകൾ ലഭിക്കില്ല. നിരവധി ആകർഷകമായ കളിപ്പാട്ടങ്ങൾ, കരകൗശലവസ്തുക്കൾ, ആഭരണങ്ങൾ മുതലായവ കച്ചവടക്കാർ വിൽക്കുന്നു. വില എല്ലായിടത്തും ഏതാണ്ട് തുല്യമാണ്. വഴിയുടെ പകുതിയോളം കയറിക്കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ വന്യമൃഗങ്ങളെ കാണാം. പുള്ളിപ്പുലി ഇവിടെ സുലഭമാണ്. അതിനാൽ സംരക്ഷിത മേൽക്കൂരയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഭക്തരോട് നിർദ്ദേശിക്കുന്നു. സിംഹവാലൻ കുരങ്ങുകൾ വളരെ സൗഹാർദ്ദപരവും ഭയമില്ലാതെ വളരെ അടുത്ത് നിൽക്കുന്നതുമാണ്. എന്നാൽ തൊടാൻ ശ്രമിക്കരുത്. ഇതാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തിന്റെ അവസാനം. രണ്ടാം ഭാഗത്തിൽ കണ്ടുമുട്ടാം.